ഇന്നത്തെ ഈ വേദിയുടെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്ന് സ്ഥാനാർത്ഥി തന്നെയാണ് നിശ്ചയമായി. മുഖ്യമന്ത്രിക്കൊപ്പം രാജ്യത്തെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയന് ഒപ്പം M സ്വരാജ് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടി എത്തും. അത് ഏറ്റവും വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചയും ഈ പ്രവർത്തകർക്ക് ഏറ്റവും വലിയ ആവേശവും കരുത്തും പകർന്നുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രചാരണത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൂടെ ഇടതുമുന്നണി യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയുടെ 99-ൽ പെട്ട് നിൽക്കുന്ന നിലമ്പൂരിനെ ആ 99-ആയി തന്നെ നിലനിർത്തി, എന്നാൽ അതൊരു 100-ലേക്ക് പോകും വിധത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയം ആ 99-ാമത്തെ വിജയം ആവർത്തിച്ച് നിലനിർത്തി നിലമ്പൂരിനെ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിലനിർത്തി 100 സീറ്റിൻ്റെ അത്രമേൽ ആവേശകരമായ ഒരു രാഷ്ട്രീയ കാഴ്ചയിലേക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതിനു മുമ്പ് നിലമ്പൂര് എന്താണ് നിലമ്പൂരിലൂടെ കേരളത്തിൻ്റെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എന്നുള്ളത് അതിശക്തമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ്. ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് മുമ്പേ M സ്വരാജ് കടന്നു വരികയാണ്. M സ്വരാജ് എത്തുന്നു, സ്ഥാനാർത്ഥി എത്തുകയാണ്. നമ്മളിപ്പോൾ ഈ സംസാരിച്ച മനുഷ്യരോടൊക്കെ സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മളിവിടെ കണ്ടതാണ് ആളുകൾ എത്രമാത്രം ആവേശകരമായി ഏറ്റെടുക്കുന്നു എന്നുള്ളത്. അങ്ങനെ ആവേശകരമായി ഏറ്റെടുത്ത സ്ഥാനാർത്ഥിയായി മണിക്കൂറുകൾ കൊണ്ട് മാറുന്ന വളരെ അപൂർവമായൊരു രാഷ്ട്രീയ കാഴ്ചയാണ് നിലമ്പൂർ കേരളത്തിന് പകർന്നു നൽകിയത്. അങ്ങനെ ഒരു നാട് കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അവരുടെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഇടതുമുന്നണി പൊതുവിൽ മാറുന്നതാണ് കണ്ടത്. M സ്വരാജിനെ പോലും അമ്പരപ്പിക്കും വിധത്തിലാണ് മാറ്റം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്കുള്ള വഴിയിൽ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിലെ യാത്രയിലൊക്കെ ഓരോ കൊച്ചു സ്റ്റേഷനുകളിലും ആരും അറിയാതെയും ആരും ആഹ്വാനം ചെയ്യാതെ ഇങ്ങനെ നൂറുകണക്കിന് മനുഷ്യർ കാത്തുനിന്ന് മുൻപ് കണ്ടിട്ടുള്ള സ്വരാജിനെയാണ്. പക്ഷെ നിലമ്പൂരിൻ്റെ നായകനാവാൻ, നിലമ്പൂരിൻ്റെ ജനപ്രതിനിധിയാവാൻ പോകുന്ന ഒരു സ്വരാജിനെ എന്ന ആവേശത്തോടെ അവർ സ്വരാജിനെ വളരെ സ്വാഭാവികവും സ്വമേധയും ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. അതുതന്നെയാണ് സ്വരാജും പലപ്പോഴും പറഞ്ഞത്. ഇടതുമുന്നണി പ്രവർത്തകർക്ക് അപ്പുറമുള്ള മനുഷ്യരെ ഞാൻ കാണുന്നു, എൻ്റെ നാടായതുകൊണ്ട് തന്നെ പലരെയും എനിക്കറിയാം, അവരിൽ ഇടതുപക്ഷക്കാരല്ലാത്തവരെയും ഞാൻ കണ്ടു എന്നുള്ളതാണ്. ആകാശം മുട്ടയാണ് ആത്മവിശ്വാസം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രി അതുപോലെ തന്നെ സ്ഥാനാർത്ഥി M സ്വരാജ് ഇവരെല്ലാം പുരോഗമിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒപ്പം പാലോളി മുഹമ്മദ് കുട്ടിയുണ്ട്. ശരത് സൂചിപ്പിച്ചതുപോലെ ആ അങ്ങാടിപ്പുറം അടക്കം റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ കണ്ട സ്വീകരണം ഒരുപക്ഷെ സ്വരാജ് പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലേക്കുള്ള മുദ്രാവാക്യം വിളികൾക്ക് നടുവിലൂടെയാണ്. അതെ, മുഖ്യമന്ത്രി കടന്നു വരുന്നു. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിക്കൊപ്പമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്. ശ്രീ പാലോളി അദ്ദേഹത്തോടൊപ്പമുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം പാലോളി മുഹമ്മദ് കുട്ടി കൂടി ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് നിലമ്പൂരിൻ്റെ ഈ രാഷ്ട്രീയാവേശത്തോടൊപ്പം പങ്കുചേരാൻ അദ്ദേഹവും എത്തിയിരിക്കുകയാണ്. നേതാക്കൾ എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു ചെല്ലുന്നു. കടൽ തീർക്കുകയാണ്. അവിടെ നാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിലമ്പൂർ ജനതയുടെ മുഴുവൻ പരിച്ഛേദമാണ്. ഇതാ നോക്കൂ, മുഖ്യമന്ത്രി തീർച്ചയായും ശരത്ചന്ദ്രൻ, നമ്മൾ പല ഉപതെരഞ്ഞെടുപ്പുകളും കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പാലക്കാടും. പക്ഷേ ഇത്രയേറെ ആവേശത്തോടു കൂടി ഒരു ജനത ഇളകി മറിയുന്നത് ഇതാദ്യമാണ്. അങ്ങനെ ഉള്ള ഒരു അനുഭവമാണ്. നമ്മുടെ ക്യാമറ മുമ്പിൽ എത്തുമ്പോൾ തന്നെ മുഷ്ടി ചുരുട്ടി അവർ സ്വരാജിന് ആവേശം പകരുകയാണ്. ശരത്ചന്ദ്രൻ. അതെ അജിംഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഇപ്പോൾ കോന്നിയിലും വട്ടിയൂർക്കാവിലും പാലായിലും ഒക്കെ ഉപതെരഞ്ഞെടുപ്പിൽ 2016 ശേഷമുള്ള ഇടതുമുന്നണി ഭരണകാലത്ത് LDF ഭരണകാലത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF-ന്റെ കോട്ടകൾ അട്ടിമറിച്ച് വിജയം നേടിയതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇവിടേക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ CPIM മത്സരിക്കുന്നു, അതും സ്വരാജ് മത്സരിക്കുന്നു എന്ന രാഷ്ട്രീയ ആവേശമാണ് നിലമ്പൂർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് കണ്ടും മനസ്സിലാക്കിയും അവരുടെ ആവേശകരമായ സ്വീകരണവും ഏറ്റുവാങ്ങിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തുന്നത്. വേദിയിൽ അദ്ദേഹത്തെ കാണാൻ എല്ലാവരും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മൾക്ക് കാണാം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തൊട്ടരികിൽ അദ്ദേഹത്തിനൊപ്പം ഇരിക്കുന്നു. അപ്പുറത്ത് പാലോളി മുഹമ്മദ് കുട്ടിയുണ്ട്. മുൻ മന്ത്രി മാത്യു ടി തോമസിനെ കാണാം വേദിയിൽ. ജോസ് കെ മാണി MP ഇവിടെ ഇപ്പോൾ വേദിയിലുണ്ട്. അതുപോലെ മന്ത്രി അബ്ദുറഹ്മാൻ ഉണ്ട്, രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉണ്ട്, അതുപോലെ സുനീർ MP ഉണ്ട്, LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉണ്ട്, LDF മുന്നണി നേതാക്കളൊക്കെ ഉണ്ട്, KK ശൈലജ ടീച്ചർ വേദിയിലുണ്ട്. എല്ലാവരും നേതാക്കളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഇവിടെയുണ്ട്. മുൻമന്ത്രി അതുപോലെ തന്നെ ശ്രീ ടി കെ ഹംസ ഇരിപ്പുണ്ട്, ഈ വേദിയിലുണ്ട്.